morning. We are going to discuss the next topic in public finance, that is the principle of maximum social advantage. The principle of maximum social advantage. ഒരു തിയറിയാണ് പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. പബ്ലിക് ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്, ഒരു തിയറിയാണ്. One of the most important principles of public finance. This is one of the most important principles of public finance, and it is called as principle of maximum social advantage. And this principle was introduced or explained by Professor Hugh Dalton, H-U-G-H, Hugh Dalton. So he was the person who had explained the principle of maximum social advantage. It was explained by Professor Hugh Dalton, H-U-G-H, Hugh Dalton. So according to Hugh Dalton, just like an individual who seeks to maximize his satisfaction or welfare by using his resources, the state also maximizes social advantage or benefit from the resources at its command. According to Hugh Dalton, just like an individual. So we know that an individual is aiming at maximizing his own satisfaction or his own welfare by using his resources. He aims at maximizing his own utility or maximizing his own satisfaction or welfare by using his resources. Like that, the government also should maximize the social advantage or benefit from the resources at its command. So the government should also maximize the welfare of the people or the social advantage of the people, society, or should maximize the social advantage from the resources at its command. അപ്പം ഒരു സ്റ്റേറ്റിൻ്റെ കയ്യിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യേണ്ടത്? സ്റ്റേറ്റ് ഷുഡ് മാക്സിമൈസ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓർ ഇറ്റ് ഷുഡ് മാക്സിമൈസ് ദ സോഷ്യൽ അഡ്വാൻറ്റേജ്. സമൂഹത്തിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മൊത്തം വെൽഫെയർ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒരു സ്റ്റേറ്റിൻ്റെയും ഉത്തരവാദിത്വം. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ആൻ ഇൻഡിവിജ്വൽ എയിംസ് അറ്റ് മാക്സിമൈസിങ് ഹിസ് ഓൺ സോഷ്യൽ വെൽഫെയർ, ഹിസ് ഓൺ വെൽഫെയർ ഓർ ഹിസ് ഓൺ അഡ്വാൻറ്റേജ് ഓർ ഹിസ് ഓൺ സാറ്റിസ്ഫാക്ഷൻ യൂസിങ് ഹിസ് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻഡിവിജ്വൽ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ലൈക്ക് വൈസ് ദ സ്റ്റേറ്റ് ഷുഡ് ഓൾസോ എയിം അറ്റ് മാക്സിമൈസിങ് ദ സൊസൈറ്റീസ് വെൽഫെയർ ഓർ സൊസൈറ്റീസ് ബെനിഫിറ്റ് യൂസിങ് ദ റിസോഴ്സസ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ കയ്യിലുള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതും ഒരു സൊസൈറ്റിയുടെ വെൽഫെയർ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി വേണം ഒരു സ്റ്റേറ്റും ശ്രമിക്കേണ്ടതെന്നാണ് ഹഗ് ഡാൽട്ടൺ പറയുന്നത്. So this principle is of maximum social advantage. Principle of maximum social advantage. So this principle of maximum social advantage is used in determining whether a tax or the expenditure is to be proved of the optimum benefit. അപ്പം ഒരു ടാക്സ് അല്ലെങ്കിൽ ഒരു എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ്റിൻ്റെ പോളിസീസാണ് ടാക്സേഷനും എക്സ്പെൻഡിച്ചറും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷൻ പോളിസിയും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പോളിസിയും ഓപ്റ്റിമം ബെനിഫിറ്റ് കിട്ടുന്നോ ഇല്ലയോ, ഓപ്റ്റിമം ബെനിഫിറ്റ് സമൂഹത്തിന് കൊടുക്കുന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം? പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഉപയോഗിക്കാം. സോ ദിസ് പ്രിൻസിപ്പിൾ ക്യാൻ ബി അപ്ലൈഡ് ടു ഡിറ്റർമിൻ, എന്ത് തീരുമാനിക്കാനാണ്? whether a tax or expenditure has proved to be of the optimum benefit. അപ്പോൾ ഒരു എക്സ്പെൻഡിച്ചറോ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറോ ഗവൺമെൻറ് ടാക്സേഷനോ ഓപ്റ്റിമം ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിക്കാൻ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് തീരുമാനിക്കാം. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഗവൺമെൻറ് ടാക്സേഷൻ പോളിസി ഓപ്റ്റിമം ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ, എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ, തീരുമാനിക്കാൻ വി ക്യാൻ അപ്ലൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. സോ ദിസ് പ്രിൻസിപ്പിൾ ഈസ് ഓൾസോ നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിക് ഫിനാൻസ്. അതുകൊണ്ട് ഇതിനെ പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിക് ഫിനാൻസ് എന്ന പേരിലും ഇതിനെ വിളിക്കുന്നുണ്ട്. So according to Dalton, this principle lies at the very root of public finance. According to Dalton, this principle
ലൈസ് അറ്റ് ദ വെരി റൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസിൻ്റെ വളരെ വളരെ ആഴത്തിൽ, പബ്ലിക് ഫിനാൻസിൻ്റെ വേരോളം ഇറങ്ങിച്ചെന്നിട്ടുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദിസ് പ്രിൻസിപ്പിൾ ലൈസ് അറ്റ് ദ വെരി റൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസിൻ്റെ വളരെ ആഴത്തിലുള്ള വേര് വരെ കിടക്കുന്ന ഒന്നാണ് ഈ പ്രിൻസിപ്പിൾ എന്നാണ് നമ്മുടെ ഹഗ് ഡാൽട്ടൻ്റെ അഭിപ്രായം. സോ അക്കോർഡിംഗ് ടു ഹഗ് ഡാൽട്ടൻ this principle is the very root of public finance. So according to him, the best system of public finance is that which secures the maximum social advantage from the operations which it conducts. The best system of public finance, ഏറ്റവും നല്ല പബ്ലിക് ഫിനാൻസിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ദാറ്റ് വിച്ച് സെക്യൂർസ് ദ മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. ജനങ്ങൾക്ക് മാക്സിമം, സമൂഹത്തിന് മാക്സിമം അഡ്വാൻറ്റേജ് നൽകുന്ന എന്താണോ അങ്ങനെയുള്ളൊരു സിസ്റ്റം ആണ് പബ്ലിക് ഫിനാൻസിൻ്റെ. അങ്ങനെയുള്ളൊരു സിസ്റ്റം ആയിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഫ്രം ദ ഓപ്പറേഷൻസ് വിച്ച് ഇറ്റ് കണ്ടക്ട്സ്. അതായത് ഒരു സ്റ്റേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കുന്ന എന്താണോ അതായിരിക്കും ഏറ്റവും നല്ല പബ്ലിക് ഫിനാൻസ്. ദ ബെസ്റ്റ് സിസ്റ്റം ഓഫ് പബ്ലിക് ഫിനാൻസ് ഈസ് ദാറ്റ് വിച്ച് സെക്വയേഴ്സ് ദ മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഫ്രം ദ ഓപ്പറേഷൻസ് വിച്ച് ഇറ്റ് കണ്ടക്ട്സ്, വിച്ച് ദ സ്റ്റേറ്റ് കണ്ടക്ട്സ്. സ്റ്റേറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഓപ്പറേഷൻസിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് മാക്സിമം സമൂഹത്തിന് ബെനിഫിറ്റ് കിട്ടുന്ന ഒന്നാണ് ഏറ്റവും നല്ല പബ്ലിക് ഫിനാൻസ്, ഏറ്റവും നല്ല പൊതു ധനം സംവിധാനം എന്നാണ് ഡാൽട്ടൻ്റെ അഭിപ്രായം. പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഏറ്റവും നല്ല പബ്ലിക് ഫിനാൻസിന് ഏറ്റവും നല്ല സംവിധാനം എന്ന് പറയുന്നത്, ബെസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, ഇറ്റ് ഷുഡ് മാക്സിമൈസ് ദ സോഷ്യൽ അഡ്വാൻറ്റേജ്. ഇറ്റ് ഷുഡ് മാക്സിമൈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ സൊസൈറ്റി. So that is called the principle of maximum social advantage. It is also known as the principle of maximum social benefit. The principle of maximum social advantage is also known as principle of maximum social benefit. And A.C. Pigou has called this principle as principle of maximum aggregate welfare. പല രീതിയിലും പലരും വിളിക്കുന്നുണ്ട്. A.C. Pigou ഇതിനെ വിളിച്ചതെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം ആഗ്രിഗേറ്റ് വെൽഫെയർ എന്നാണ് വിളിച്ചത്. പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം ആഗ്രിഗേറ്റ് വെൽഫെയർ എന്ന് വിളിക്കുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ ബെനിഫിറ്റ് എന്നറിയപ്പെടുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ A.C. Pigou വിളിച്ചതെന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം ആഗ്രിഗേറ്റ് വെൽഫെയർ എന്നാണ് A.C. Pigou ഈ പ്രിൻസിപ്പിളിനെ വിളിച്ചത്. സോ ഇനി നമുക്ക് ഈ പ്രിൻസിപ്പിളിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ പോകുന്നത്. നമുക്കറിയാം, the government expenditure aims at creating utility for those people on whom the amount is spent. So the government is spending money for the people. So when the government creates expenditure, that is called public expenditure. Government expenditure വിളിക്കുന്ന പേരാണ് public expenditure. So public expenditure, when the government creates some public expenditure, it will create some utility for the people. It will create some utility for the people. അല്ലേ? ആർക്ക് വേണ്ടിയാണോ സ്പെൻഡ് ചെയ്യുന്നത് ആ ജനങ്ങൾക്ക് ഒരു യൂട്ടിലിറ്റി ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ വെൻ ദ വോളിയം ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് സ്മോൾ, when the volume of expenditure is small, a slight increase in public expenditure will result in additional utility at a very high rate. അപ്പം അതായത് വോളിയം ഓഫ് എക്സ്പെൻഡിച്ചർ വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ, അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ, whenever there is a slight increase in public expenditure, slight increase ഉണ്ടാകുമ്പോൾ, പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഒരു ചെറിയ വർധന ഉണ്ടാകുമ്പോൾ, the additional utility or the marginal utility will be very high. അപ്പം ആ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ നിന്നുണ്ടാകുന്ന അഡീഷണൽ യൂട്ടിലിറ്റി ഓർ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി വെരി ഹൈ. എപ്പോഴാണ്? when public expenditure is very low, when the government undertakes an additional public expenditure, the additional utility derived from this public expenditure will be very high, വളരെ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ when the total public expenditure goes on increasing, what will happen? In course of time, the law of diminishing marginal utility will operate. അപ്പം നമുക്ക് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുമ്പം അല്ലെ ഉദാഹരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. യൂട്ടിലിറ്റി കൂടുതലായിരിക്കും, ഇനി അടുത്ത ഇതിന് കുറഞ്ഞു വരുന്ന ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം വെൻ ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, സോ വെൻ ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഗോസ് ഓൺ ഇൻക്രീസിങ്, വാട്ട് വിൽ ഹാപ്പൻ? ഇൻ കോഴ്സ് ഓഫ് ടൈം, ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി വിൽ ഓപ്പറേറ്റ്.
എന്ത് വർക്ക് ചെയ്യും? ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓരോ വർഷം തോറും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പം ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി ഉണ്ടാകും. അതായത് ഈ ഇൻക്രീസ് ചെയ്യുന്ന പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും, ഇല്ലേ? അധികമായിട്ട് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ മാർജിൻ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ പീപ്പിൾ വിൽ ഡിറൈവ് ലെസ് ആൻഡ് ലെസ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം അഡീഷണൽ യൂണിറ്റ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, അല്ലേ? ഗവൺമെൻറ് കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോൾ the government is incurring additional public expenditure. So when there is an increase in public expenditure, or when there is additional public expenditure, what will happen? The satisfaction which is derived from the people will go on declining. അപ്പം എന്ത് ചെയ്യും? ജനങ്ങൾക്ക് കിട്ടുന്ന അധികമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ, ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ വെൻ ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ, വാട്ട് വിൽ ഹാപ്പൻ? ദ യൂട്ടിലിറ്റി ഓഫ് ദ പീപ്പിൾ വിൽ ഗോ ഓൺ ഡിക്രീസിങ്. ജനങ്ങളുടെ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ദാറ്റ് ഈസ് ആഫ്റ്റർ എ സ്റ്റേജ് എവറി ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ വിൽ ക്രിയേറ്റ് ലെസ് ആൻഡ് ലെസ് ബെനിഫിറ്റ് ഫോർ ദ പീപ്പിൾ. അതായത് ഒരു സ്റ്റേജിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞാൽ, ആഫ്റ്റർ എ സ്റ്റേജ് ദ എവറി ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ വിൽ റിസൾട്ട് ഇൻ എന്താണ്? ലെസ് ആൻഡ് ലെസ് ബെനിഫിറ്റ് ഫോർ ദ പീപ്പിൾ. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്ന വർധനവ് എന്തുണ്ടാക്കിയുള്ളൂ? ജനങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റിലുണ്ടാകുന്ന വർധനവ് കുറഞ്ഞുകൊണ്ടിരിക്കും. പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടി ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എന്താണ്? വെൻ ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ദ ബെനിഫിറ്റ് വിൽ ഗോ ഓൺ ഡിക്ലൈൻ. ബെനിഫിറ്റ് എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളതാണ് ഈ പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. അപ്പം അതേസമയം ടാക്സേഷൻ, ഗവൺമെൻറ് 2 പോളിസീസാണ്, പബ്ലിക് എക്സ്പെൻഡിച്ചറും ടാക്സേഷനും. അതേസമയം ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇമ്പോസസ് ബേർഡൻ ഓൺ ദ പീപ്പിൾ, അല്ലേ? ജനങ്ങളുടെ മുകളിൽ ഒരു ബേർഡൻ അല്ലെങ്കിൽ ഭാരം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്താണ് ഈ ടാക്സേഷൻ, നികുതി എന്ന് പറയുന്നത്. സോ വെൻ ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ ടാക്സേഷൻ, വാട്ട് വിൽ ഹാപ്പൻ? വിത്ത് എവറി ഇൻക്രീസ് ഇൻ ടാക്സേഷൻ, വാട്ട് വിൽ ഹാപ്പൻ? ദ ബേർഡൻ ഓഫ് ദ പീപ്പിൾ വിൽ ഇൻക്രീസ് മോർ ആൻഡ് മോർ. അപ്പോൾ ടാക്സേഷൻ്റെ കാര്യത്തിൽ എന്ന് പറയുമ്പം വെൻ ദ ടാക്സേഷൻ ബിക്കംസ് ഹൈ, ഭയങ്കര കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കും? വിത്ത് എവറി ഫർദർ ഇൻക്രീസ് ഇൻ ടാക്സേഷൻ ദ ബേർഡൻ ഓഫ് ടാക്സേഷൻ വിൽ ബിക്കം മോർ ആൻഡ് മോർ. അപ്പം ഒരു ടാക്സേഷൻ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ പിന്നെ വീണ്ടും ടാക്സേഷൻ കൂടിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ ബേർഡൻ അല്ലെങ്കിൽ ഭാരം, നികുതികളുടെ കൊണ്ടുള്ള ഭാരം വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? പീപ്പിൾ അണ്ടർഗോ ഗ്രേറ്റർ സാക്രിഫൈസസ് ഓർ ഫോർ എവറി അഡീഷണൽ യൂണിറ്റ് ഓഫ് ടാക്സേഷൻ. അപ്പോൾ അധികമായിട്ടുണ്ടാകുന്ന ഓരോ ടാക്സേഷനും എന്താണ്? ജനങ്ങളുടെ കൂടുതൽ സാക്രിഫൈസ് ജനങ്ങൾ സഹിക്കേണ്ടി വരും, ജനങ്ങളുടെ ത്യാഗം കൂടേണ്ടി വരും, ജനങ്ങൾ കൂടുതൽ ബേർഡൻ അനുഭവിക്കേണ്ടി വരും വിത്ത് എവറി ഇൻക്രീസ് ഇൻ ടാക്സേഷൻ. ടാക്സേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ദ പീപ്പിൾ വിൽ ഹാവ് ടു സഫർ മോർ ആൻഡ് മോർ സാക്രിഫൈസസ്. അവർ ജനങ്ങൾ കൂടുതൽ സാക്രിഫൈസ് നേരിടേണ്ടി വരും. അപ്പം നമ്മൾ പറഞ്ഞു പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ വിത്ത് എവറി ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ വാട്ട് വിൽ ഹാപ്പൻ? After a stage with every increase in public expenditure, what will happen? The utility or the satisfaction of the people will go on declining. Whereas in the case of taxation, when the taxation is high, after becoming high, when further increase in taxation, what will happen? With the further increase in taxation, the sacrifice of the people will ഇൻക്രീസ്. ജനങ്ങളുടെ സാക്രിഫൈസ് അല്ലെങ്കിൽ അവരുടെ ബേർഡൻ കൂടുകയുള്ളൂ. സമയം യൂട്ടിലിറ്റി എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്, യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ടാക്സേഷൻ്റെ കാര്യത്തിൽ വിത്ത് എവറി ഇൻക്രീസ് ഇൻ ടാക്സേഷൻ ദ സാക്രിഫൈസ് ഓഫ് ദ പീപ്പിൾ ഓർ ബേർഡൻ ഓഫ് ടാക്സേഷൻ ഓഫ് ദ പീപ്പിൾ വിൽ ഇൻക്രീസ്. ടാക്സേഷൻ്റെ ബേർഡൻ, ഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും വിത്ത് അഡീഷണൽ യൂണിറ്റ് ഓഫ് ടാക്സേഷൻ. അഡീഷണൽ ആയിട്ട് ടാക്സേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബേർഡൻ വിൽ ഗോ ഓൺ ഇൻക്രീസിങ്. സോ അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ടാക്സ് കൂടിക്കൊണ്ടേയിരിക്കുമ്പോൾ ബേർഡൻ കൂടും, അതേസമയം എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ദ ബെസ്റ്റ് പോളിസി ആസ് ഫാർ ആസ് എ ഗവൺമെൻറ് ഈസ് കൺസേൺഡ് ഈസ് ടു ബാലൻസ് ബോത്ത് സൈഡ്. അപ്പം ഗവൺമെൻറ് ബെസ്റ്റ് പോളിസി എന്തായിരിക്കണം? ദ ഗവൺമെൻറ് ഷുഡ് ബാലൻസ് ബോത്ത് സൈഡ്സ് ഓഫ് ഫിസ്ക്കൽ ഓപ്പറേഷൻസ്. അപ്പോൾ ഈ 2 ഫിസ്ക്കൽ ഓപ്പറേഷൻസിൻ്റെയും ഈ 2 ധനകാര്യ പ്രവർത്തനങ്ങളുടെയും, മീൻസ് ടാക്സേഷൻ ഓൺ ദി വൺ സൈഡ് ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ ദി അതർ സൈഡ്. അപ്പോൾ രണ്ട് ഓപ്പറേഷനും ഫിസ്ക്കൽ ഓപ്പറേഷൻസിനെയും ബാലൻസ് ചെയ്യണം by comparing the burden of tax and the benefits of public expenditure. അപ്പം
ടാക്സേഷൻ്റെ ബേർഡനെയും പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റിനെയും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ബെസ്റ്റ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഹാവ് ടു ബാലൻസ് ബോത്ത് സൈഡ് ഓഫ് ഫിസിക്കൽ ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഫിസിക്കൽ ഓപ്പറേഷൻസ്, അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഫിസിക്കൽ ഓപ്പറേഷൻ ഉണ്ട്, മറ്റേ സൈഡിൽ ടാക്സേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ. അപ്പോൾ ഇതിനെ രണ്ടിനെയും വി ഹാവ് ടു ബാലൻസ്. നമുക്ക് എന്ത് ചെയ്യണം? ഒരു ബാലൻസിൽ കൊണ്ടുപോകണം. അതായത് ബേർഡൻ ഓഫ് ടാക്സേഷനെയും അതുപോലെ ബെനിഫിറ്റ്സ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചറിനെയും കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയണം. അതാണ് ബെസ്റ്റ് പോളിസി ഓഫ് ദ ഗവൺമെൻറ്. ദ ബെസ്റ്റ് പോളിസി ഓഫ് ദ ഗവൺമെൻറ് ഈസ് ടു ബാലൻസ് ബോത്ത് സൈഡ്സ് ഓഫ് ഫിസിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് എന്താണ്? പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സേഷൻ. ദാറ്റ് ഈസ് വി ഹാവ് ടു കമ്പയർ ദ ബേർഡൻ ഓഫ് ടാക്സേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് ദെൻ ബ്രിങ് അബൌട്ട് എ ബാലൻസ് ബിറ്റ്വീൻ ദ ടു. രണ്ടിനിടയിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം. അങ്ങനെ വേണം. ദ സ്റ്റേറ്റ് ഷുഡ് ബാലൻസ് സോഷ്യൽ ബേർഡൻ ഓഫ് ടാക്സേഷൻ ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഫോർ അറ്റൈനിങ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. അപ്പോൾ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം? ദ ഗവൺമെൻറ് ഷുഡ് ബാലൻസ് ബിറ്റ്വീൻ ദ സോഷ്യൽ ബേർഡൻ ഓഫ് ടാക്സേഷൻ ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ടാക്സേഷൻ്റെ ബേർഡനെയും അതുപോലെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സിനെയും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദ ഗവൺമെൻറ് വിൽ ബി ഏബിൾ ടു അറ്റൈൻ മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. അപ്പോൾ ഗവൺമെൻറ്റിന് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മാക്സിമം സോഷ്യൽ ബെനിഫിറ്റ് അറ്റൈൻ ചെയ്യാൻ കഴിയും എന്നാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജിൽ പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. അതായത് ദ ഗവൺമെൻറ് ഷുഡ് ബാലൻസ് ബിറ്റ്വീൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സേഷൻ സോ ആസ് ടു അറ്റൈൻ മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. നൗ there are some conditions for attaining maximum social advantage. ഇപ്പോൾ മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് സമൂഹത്തിൽ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ബോത്ത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സേഷൻ ഷുഡ് ബി ക്യാരിഡ് ഔട്ട് അപ് ടു certain limits and no more. Both public expenditure and taxation should be carried out up to certain limits and no more. Public expenditure ആയാലും ടാക്സേഷൻ ആയാലും should be conducted or carried out up to a particular limit. ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ എന്ത് പോകാൻ പാടുള്ളൂ? ടാക്സേഷനും പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് നോ മോർ ടാക്സേഷൻ ആൻഡ് നോ മോർ പബ്ലിക് എക്സ്പെൻഡിച്ചർ. അതിനപ്പുറത്തേക്ക് നോ മോർ ടാക്സേഷൻ നോ മോർ പബ്ലിക് എക്സ്പെൻഡിച്ചർ രണ്ടും കൂടാൻ പാടില്ല. ദേ ഷുഡ് ബി കൺഫൈൻഡ് ടു എ പെർട്ടിക്കുലർ ലിമിറ്റ്. അപ്പം പബ്ലിക് എക്സ്പെൻഡിച്ചർ ആസ് വെൽ ആസ് ടാക്സേഷൻ ഷുഡ് ബി ക്യാരിഡ് ഔട്ട് അപ് ടു എ സർട്ടൺ ലിമിറ്റ്. ഒരു പ്രത്യേക ലിമിറ്റ് വരെ പാടുള്ളൂ. നോ മോർ ടാക്സേഷൻ ഓർ നോ മോർ പബ്ലിക് എക്സ്പെൻഡിച്ചർ ബിയോണ്ട് ദാറ്റ് ലിമിറ്റ്. ആ അപ്പുറത്തേക്ക് എന്തുണ്ടാവാൻ പാടില്ല? ടാക്സേഷനോ പബ്ലിക് എക്സ്പെൻഡിച്ചറിനോ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞത്. സെക്കൻഡ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി യൂട്ടിലൈസ്ഡ് among the various users in an optimum manner. ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി യൂട്ടിലൈസ്ഡ് among the various users in an optimum manner. ഏറ്റവും നല്ല രീതിയിൽ വേണം, ഓപ്റ്റിമം മാനറിൽ വേണം പബ്ലിക് എക്സ്പെൻഡിച്ചർ പല കാര്യങ്ങൾക്കായിട്ട് നീക്കി വയ്ക്കാൻ. ഇപ്പോൾ ഗവൺമെൻറ് പല കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പെൻഡിച്ചർ വേരിയസ് യൂസസിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. ആ എക്സ്പെൻഡിച്ചർ നീക്കി വെക്കുമ്പോൾ ദാറ്റ് ഷുഡ് ബി ഡൺ ഇൻ ആൻ ഓപ്റ്റിമം മാനർ. അത് മാക്സിമം മാനറല്ല പറഞ്ഞാൽ ഓപ്റ്റിമം ആയിരിക്കണം. ഓപ്റ്റിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ വേണം നീക്കി വെക്കേണ്ടത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ നീക്കി വെക്കുമ്പോൾ ദാറ്റ് ഷുഡ് ബി ഡൺ ഇൻ ആൻ ഓപ്റ്റിമം മാനർ. വേരിയസ് യൂസസിന് വേണ്ടി നീക്കി വെക്കുകയാണ് നമ്മൾ. പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ നീക്കി വെക്കുമ്പോൾ ദാറ്റ് ഷുഡ് ബി ഡൺ ഇൻ ആൻ ഓപ്റ്റിമം മാനർ. ഒരു ഓപ്റ്റിമം മാനറിൽ വേണം അത് ചെയ്യേണ്ടത്. ദെൻ the different sources of taxation should be so tapped that the aggregate sacrifices entailed is the minimum. മാത്രമല്ല, നമുക്ക് ടാക്സിൻ്റെ പല സോഴ്സസ് ഉണ്ടാവും, പല നികുതിയുടെ പല ഉറവിടങ്ങളും ഉണ്ടാവും. ആ ടാക്സേഷൻ്റെ സോഴ്സസിന് ഉറവിടങ്ങളെ എങ്ങനെ വേണം ടാപ്പ് ചെയ്യേണ്ടത്, എങ്ങനെ വേണം നമ്മൾ ചൂഷണം ചെയ്യേണ്ടത്, സോ ദാറ്റ് ദ ആഗ്രിഗേറ്റ് സാക്രിഫൈസസ് എൻറ്റെയിൽഡ് ഈസ് ദ മിനിമം. അതായത് നമ്മൾ നികുതിയുടെ പല ഉറവിടങ്ങളെ നമ്മൾ ചൂഷണം ചെയ്യുമ്പോൾ എന്ത് കാര്യം മനസ്സിലാക്കണം? ആഗ്രിഗേറ്റ് സാക്രിഫൈസസ് ഷുഡ് ബി ദ മിനിമം. അതിൻ്റെ പിന്നാലെ ഉണ്ടാകുന്ന മൊത്തം സാക്രിഫൈസ് മിനിമം ആയിരിക്കണം. ജനങ്ങൾക്കുണ്ടാകുന്ന മിനിമം സാക്രിഫൈസ് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ വെൻ വി ആർ ടാപ്പിംഗ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് റവന്യൂ ഓർ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ടാക്സേഷൻ, വി ഷുഡ് എൻഷുർ ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് and the least aggregate sacrifices or minimum aggregate sacrifices. ഏറ്റവും കുറഞ്ഞ ആഗ്രിഗേറ്റ് സാക്രിഫൈസസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്ന് ആയിരിക്കണം നമ്മൾ ടാക്സേഷൻ്റെ പല മേഖലകളെയും ചൂഷണം ചെയ്യുമ്പോൾ
ഓർക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടാക്സേഷൻ പല മേഖലകളിലും ടാക്സ് ചുമത്തുമ്പോൾ ഓർക്കണം, വി ഷുഡ് എൻഷുർ ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് that is creating minimum aggregate sacrifices for the society. ജനങ്ങൾക്ക് ഏറ്റവും മിനിമം സാക്രിഫൈസസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ടാക്സേഷൻ വേണം നമ്മൾ, അല്ലെങ്കിൽ ടാക്സിൻ്റെ സോഴ്സസ് വേണം നമ്മൾ ചൂഷണം ചെയ്ത്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് വേണം. അപ്പോൾ എന്താണ്, ബോത്ത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സേഷൻ ഷുഡ് ബി ക്യാരിഡ് ഔട്ട് അപ് ടു എ സർട്ടൺ ലിമിറ്റ് ആൻഡ് നോട്ട് മോർ ദാൻ ദാറ്റ്. അത്രേ, ഒരു ലിമിറ്റ് വരെ പാടുള്ളൂ. പിന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി യൂട്ടിലൈസ്ഡ് among the various uses in an optimum manner. Then the different sources of taxation should be tapped that the aggregate sacrifices entailed is the minimum. അതായത് സോഴ്സ് ടാക്സിൻ്റെ വ്യത്യസ്തങ്ങളായ സോഴ്സ് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചൂഷണം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏറ്റവും അഗ്രഗേറ്റ് സാക്രിഫൈസസ് അതിന് പിന്നാലെ ഉണ്ടാകുന്ന എൻറ്റൈൽ ചെയ്യുക, അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന അഗ്രഗേറ്റ് സാക്രിഫൈസസ് ഏറ്റവും മിനിമം ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ 3 പ്രിൻസിപ്പിൾസാണ് നമ്മളൊരു മാക്സിമം. ഈ 3 കാര്യങ്ങൾ, 3 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് അറ്റൈൻ ചെയ്യാൻ, നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. നൗ ദ അസംഷൻസ് ഓഫ് ദ പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിളിൻ്റെ പ്രധാനപ്പെട്ട അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എക്കണോമിക്സ് നമ്മൾ പല അസംഷൻസ് പഠിക്കത്തില്ല, അതുപോലെ ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് പബ്ലിക് റവന്യൂ കൺസിസ്റ്റ് ഓഫ് ഓൺലി ടാക്സസ്. പബ്ലിക് റവന്യൂ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ടാക്സ് മാത്രം ഉൾപ്പെടുന്നതാണ്. ആൻഡ് നോട്ട് ഓഫ് ഗിഫ്റ്റ്സ്, ലോൺസ്, ഫീസ് എറ്റ്സെട്ര. അതിനകത്ത് എന്തൊക്കെ വരുന്നില്ല, ഗിഫ്റ്റുകളും ഗവൺമെൻറ് ലോണുകളും ഗവൺമെൻറ് ഫീസും ഒന്നും പബ്ലിക് റവന്യൂവിനകത്ത് വരുന്നില്ല. ആൻഡ് ദി സ്റ്റേറ്റ് ഹാസ് നോ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഗവൺമെൻറ്റിന് സർപ്ലസ് ബഡ്ജറ്റോ ഡെഫിസിറ്റ് ബഡ്ജറ്റോ ഇല്ല. സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, ഇൻകം എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലായിട്ട് ഇൻകം ഉള്ള ഒരു ബഡ്ജറ്റിനെയാണ് നമ്മൾ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതേസമയം നേരെ തിരിച്ച് എന്താണ്, എക്സ്പെൻഡിച്ചർ ഇൻകത്തേക്കാൾ കൂടി നിൽക്കുന്ന അവസ്ഥയെ നമ്മൾ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന അസംഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സർപ്ലസ് ബഡ്ജറ്റോ ഡെഫിസിറ്റ് ബഡ്ജറ്റോ ഇല്ല, ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് എപ്പോഴും ബാലൻസ്ഡ് ബഡ്ജറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്, അധികം ഇൻകം ഇല്ല, അധികം എക്സ്പെൻഡിച്ചറും ഇല്ല, ഇൻകവും എക്സ്പെൻഡിച്ചറും ഈക്വൽ ആയിരിക്കും. അപ്പോൾ പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി ടാക്സസ് മാത്രമാണ് ഗവൺമെൻറ് വരുമാനം എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഫീസ്, ഫൈൻസ്, ഗിഫ്റ്റ്സ് എറ്റ്സെട്ര. ഗവൺമെൻറ്റിന് കിട്ടുന്ന ഫീസും ഗിഫ്റ്റുകളും മറ്റു വരുമാനങ്ങളും ഒന്നും പബ്ലിക് റവന്യൂവിൽ വരത്തില്ല. അതുപോലെ തന്നെ എന്താണ്, ദ സ്റ്റേറ്റ് ഹാസ് നോ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ബഡ്ജറ്റ്. സർപ്ലസ് ബഡ്ജറ്റോ ഡെഫിസിറ്റ് ബഡ്ജറ്റോ സ്റ്റേറ്റിനില്ല. അത് വേറൊരു അസംഷനായിട്ട് പറയുന്നു. Then second assumption is that public expenditure is subject to diminishing marginal social benefits and taxes are subject to increasing marginal cost or disutility. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് സബ്ജക്ട് ടു ഡിമിനിഷിംഗ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ നിന്ന് എന്താ ഉണ്ടാവുക, ഡിമിനിഷിംഗ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ആണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നവരും എന്താണ്, അഡീഷണൽ ആയിട്ട് കിട്ടുന്ന മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞാണ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയം ടാക്സസ് ആർ സബ്ജക്ട് ടു ഇൻക്രീസിംഗ് മാർജിനൽ കോസ്റ്റ് ഓർ ഡിസ്യൂട്ടിലിറ്റി. അതേസമയം ടാക്സേഷനിൽ നിന്ന് എന്താ ഉണ്ടാവുക, മാർജിനൽ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ഡിസ്യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ബേർഡൻ കൂടിക്കൊണ്ടേയിരിക്കും എന്നാണ് ടാക്സിൻ്റെ കാര്യം പറയുന്നത്. അപ്പം പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് സബ്ജക്ട് ടു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, വേറാസ് ടാക്സേഷൻ ഈസ് സബ്ജക്ട് ടു ഇൻക്രീസിങ് മാർജിനൽ കോസ്റ്റ് ഓർ ഡിസ്യൂട്ടിലിറ്റി. അധികമായി ഉണ്ടാകുന്ന ടാക്സേഷന് ഡിസ്യൂട്ടിലിറ്റി അല്ലെങ്കിൽ അസംതൃപ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു അസംഷൻ പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 2 അസംഷൻസ്. എന്താണ്, പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ടാക്സസ് and the government has no surplus budget or deficit budget. Then public expenditure is subject to diminishing marginal utility, marginal social benefit, whereas taxes are subject to increasing marginal cost or disutility. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും അതിൻ്റെ 2 അസംഷൻസ് പറയുന്നത്. So according to Hugh-Dalton, maximum social advantage is achieved at a point where the marginal social sacrifice is equal to the marginal social benefit. അപ്പം നമ്മൾ ഡാൽട്ടൺ പറയുന്നത് വെച്ചാൽ മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് അറ്റൈൻ ചെയ്യുന്ന പോളിസി ഏതാണോ അതാണ് ഏറ്റവും നല്ല പോളിസി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഡാൽട്ടൺ, മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഈസ് അറ്റൈൻഡ് അറ്റ് എ പോയിൻറ്റ് വെയർ ദ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഓഫ് ടാക്സേഷൻ. അപ്പോൾ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ്, ടാക്സേഷനിൽ നിന്നാണ് സാക്രിഫൈസ് ഉണ്ടാവുക. മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഓഫ് ടാക്സേഷൻ ആൻഡ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആർ ഈക്വൽ.
അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും ടാക്സേഷനിൽ നിന്നുണ്ടാകുന്ന മാർജിനൽ സോഷ്യൽ സാക്രിഫൈസും ഈക്വൽ ആകുന്ന പോയിന്റിലാണ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നതെന്നാണ് ഹഗ് ഡാൽട്ടൺ പറയുന്നത്. അക്കോർഡിംഗ് ടു ഡാൽട്ടൺ, മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഈസ് അറ്റൈൻഡ് അറ്റ് എ പോയിന്റ് വെയർ, ഏത് പോയിന്റിലാണ്? ദ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഓർ MSS എന്നാണ് നമ്മളത് സൂചിപ്പിക്കുന്നത്. മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഓഫ് ടാക്സേഷനിൽ നിന്നുണ്ടാകുന്ന സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു എന്താണ്? ദ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് MSB. മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് MSSും ഈക്വൽ ആവുന്ന പോയിന്റിലായിരിക്കും മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നതാണ് ഡാൽട്ടൺ പറയുന്നത്. അപ്പം MSS ആൻഡ് MSB, ഇക്വാളിറ്റി ബിറ്റ്വീൻ MSS ആൻഡ് MSB ഈസ് റെഫേർഡ് ടു ആസ് ദ പോയിന്റ് ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഓർ ലീസ്റ്റ് ആഗ്രിഗേറ്റ് സോഷ്യൽ സാക്രിഫൈസ്. അപ്പോൾ ഈ ഇക്വാളിറ്റി പോയിൻ്റാണ്, അതായത് ഏതൊക്കെ തമ്മിലുള്ളതാണ്? MSSും MSBയും. അതായത് മാക്സിമം സോഷ്യൽ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും, അതായത് MSB, മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് MSS കൂടെ ഈക്വൽ ആകുന്ന പോയിന്റിലാണ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു പോയിന്റ്, അല്ലെങ്കിൽ ലീസ്റ്റ് ആഗ്രിഗേറ്റ് സോഷ്യൽ സാക്രിഫൈസിൻ്റെ പോയിന്റ്. ലീസ്റ്റ് ആഗ്രിഗേറ്റ് സോഷ്യൽ സാക്രിഫൈസ്, ഏറ്റവും കുറഞ്ഞ് ആഗ്രിഗേറ്റ് സോഷ്യൽ സാക്രിഫൈസ് ഉണ്ടാകുന്ന പോയിന്റാണ് ഈ രണ്ടും കൂടെ ഈക്വൽ ആകുന്ന പോയിന്റ്. MSSും MSBയും കൂടെ ഈക്വൽ ആകുന്ന പോയിന്റാണ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഹഗ് ഡാൽട്ടൻ്റെ അഭിപ്രായം. മസ്ഗ്രേവ് ഡാൽട്ടൻ്റെ പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ്. മസ്ഗ്രേവ് എന്ന് പറയുന്ന ഒരു എക്കോണമിസ്റ്റ് ഉണ്ട്. മസ്ഗ്രേവ് കോൾസ് ഡാൽട്ടൺസ് പ്രിൻസിപ്പിൾ ആസ് മാക്സിമം വെൽഫെയർ പ്രിൻസിപ്പിൾ ഓഫ് ബജറ്റ് ഡിറ്റർമിനേഷൻ. മസ്ഗ്രേവ് എന്നെ വിളിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പിളിനെ വിളിക്കുന്നത് വെച്ചാൽ മാക്സിമം വെൽഫെയർ പ്രിൻസിപ്പിൾ ഓഫ് ബജറ്റ് ഡിറ്റർമിനേഷൻ എന്നാണ് മസ്ഗ്രേവ് ഇതിനെ വിളിക്കുന്നത്. അപ്പം ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഒരു ബജറ്റിൻ്റെ ഓപ്റ്റിമം സൈസ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ല സൈസ് എന്ന് പറയുന്നത്, ഒരു ബജറ്റിൻ്റെ ഏറ്റവും നല്ല ഒരു സൈസ്, ഇത്ര ബജറ്റിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് നെറ്റ് സോഷ്യൽ ബെനിഫിറ്റ് ഓഫ് ഫിസിക്കൽ ഓപ്പറേഷൻസ് ഓഫ് ദ സൊസൈറ്റി ബിക്കം സീറോ. നെറ്റ് സോഷ്യൽ ബെനിഫിറ്റ് ഓഫ് ഫിസിക്കൽ ഓപ്പറേഷൻസ് ടു ദ സൊസൈറ്റി ബിക്കം സീറോ. അതായത് സമൂഹത്തിന് വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്ന ഫിസിക്കൽ ഓപ്പറേഷൻസിൻ്റെ, അതായത് ടാക്സേഷൻ ഉണ്ടാവും, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ടാവാം, അതിൻ്റെ നെറ്റ് സോഷ്യൽ ബെനിഫിറ്റ് സീറോ ആവണം. അപ്പം അധികമായി കിട്ടുന്ന സോഷ്യൽ ബെനിഫിറ്റ് സീറോ ആവുന്ന പോയിൻ്റ് ഏതാണോ അതാണ് ഏതെന്ന് പറയുന്ന ഓപ്റ്റിമം സൈസ് ഓഫ് ദ ബജറ്റ്. അതായത് NSB, അതായത് നെറ്റ് സോഷ്യൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്? മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നെറ്റ് സോഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. MSB മൈനസ് MSSനെയാണ് നമ്മൾ നെറ്റ് സോഷ്യൽ ബെനിഫിറ്റ്. അപ്പം നെറ്റ് സോഷ്യൽ ബെനിഫിറ്റ് സീറോ ആവുന്ന പോയിന്റിലാണ്, സീറോ ആവുന്ന എപ്പോഴാണോ അതാണ് ബജറ്റിൻ്റെ ഏറ്റവും നല്ല ഓപ്റ്റിമം സൈസ്, ഏറ്റവും ബെസ്റ്റ് സൈസ് ഓഫ് ദ ബജറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. So the best size or the optimum size of the budget is determined at a point where net social benefit is equal to or net social benefit is minimum or it becomes zero. Net social benefit becomes zero. NSB means it is the difference between marginal social benefit and marginal social sacrifice. അപ്പോൾ NSB ഏറ്റവും സീറോ ആവുന്ന പോയിന്റിലായിരിക്കും ഏറ്റവും നല്ല ഓപ്റ്റിമം ബജറ്റ് സൈസ് ബജറ്റ് എന്ന് പറയുന്നതാണ്. ഏറ്റവും നല്ല ബജറ്റ് എന്ന് പറയുന്നത് എന്ത് സീറോ ആയിരിക്കണം? നെറ്റ് സോഷ്യൽ ബെനിഫിറ്റ് ഓഫ് ഫിസിക്കൽ ഓപ്പറേഷൻസ്, അതായത് ഗവൺമെൻറ് ഓപ്പറേഷൻസിൻ്റെ, ടാക്സേഷൻ്റെയും പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെയും ഓപ്പറേഷൻസിൻ്റെ നെറ്റ് സോഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സീറോ ആവുന്ന പോയിന്റിലാണ് ഓപ്റ്റിമം സൈസ് ഓഫ് ദ ബജറ്റ് എന്നാണ് മസ്ഗ്രേവ് പറയുന്നത്. This is the diagram showing the principle of maximum social advantage. നിങ്ങൾക്ക് ഇവിടെ കാണാം, along the x-axis we measure tax and expenditure and along the y-axis we measure MSS and MSB. മാർജിനൽ സോഷ്യൽ സാക്രിഫൈസും മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റുമാണ് നമ്മൾ y-axis മെഷർ ചെയ്യുന്നത്. So this MSB curve is downward sloping, you can see that, and MSS curve is upward sloping. So here the maximum social advantage is attained at point E. എന്ന് പറയുന്ന പോയിന്റിലാണ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അതായത് എന്ന് പറയുന്ന പോയിന്റിൽ എന്തൊക്കെ ഈക്വലാണ്? മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് കർവും മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് കർവ്സ് ആർ ഈക്വൽ. ദ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് കർവ് ആൻഡ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് കർവ്സ് ആർ ഈക്വൽ അറ്റ് പോയിന്റ് E ആൻഡ് ദാറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. അതാണ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. അപ്പം ടാക്സേഷൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും സൈസ് എന്ന് പറയുന്നത് OM ആയിരിക്കും. OM എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സേഷൻ, at OM expenditure and taxation the society's social advantage is maximum. That is the point. E is the point of maximum social advantage. So you consider the point M1. We can see that at M1 what is happening? This MSS curve is below MSB curve. Here
the marginal social benefit is greater than the marginal social sacrifice. F1E1 കണ്ട് ഏത് കൂടുതലാണ്? MSB കൂടുതലാണ്, മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് കൂടുതലാണ്. എന്താണ് F1E1 അത്രയും പോർഷൻ കണ്ട് അത്രയും പോർഷനോളം മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് കൂടുതലാണ്. ഏത് പോയിന്റിലാണ്? OM1 ടാക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുമ്പോൾ. അതുപോലെ OM2 ടാക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുമ്പോൾ എന്ത് കൂടുതലാണ്? മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഈസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് എന്തിനേക്കാൾ കൂടുതലാണ്? മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റിനേക്കാൾ കൂടുതലാണ്. F2E2 ആ അത്രയും ഡിസ്റ്റൻസ് കണ്ട് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് എന്തിനേക്കാൾ കൂടുതലാണ്? മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റിനേക്കാൾ കൂടുതലാണ്. സോ നമ്മളത് ഈ സ്ലൈഡിൽ കാണുന്ന നമ്മൾ പറഞ്ഞ കാര്യമാണ്. ദ കേഴ്സ് MSS ആൻഡ് MSB ഷോ ദ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഓഫ് ടാക്സേഷൻ ആൻഡ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. MSB എന്ന് പറഞ്ഞാൽ MSS എന്ന് വെച്ചാൽ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഓഫ് ടാക്സേഷനെയും MSB എന്ന് പറഞ്ഞാൽ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചറിനെയും കാണിക്കുന്നു. MSS കേർവ് സ്ലോപ്സ് അപ്വേർഡ് സിൻസ് ടാക്സേഷൻ ഇൻക്രീസസ് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ്. എന്തുകൊണ്ടാണ് MSS കർവ് മുകളിലേക്ക് പോകുന്നത്, അപ്വേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്? എന്തുകൊണ്ടാണ്? ടാക്സേഷൻ വർദ്ധിക്കുമ്പോൾ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസും വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് MSS കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്. MSB കർവ് ഈസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ബിക്കോസ് എന്താണ്? പബ്ലിക് ബെനിഫിറ്റ് ഗോസ് ഓൺ ഡിക്ലൈനിങ്, പബ്ലിക് യൂട്ടിലിറ്റി ഗോസ് ഓൺ ഡിക്ലൈനിങ് വിത്ത് എവറി ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നതോറും എന്താണ്? ഓരോ സൊസൈറ്റിക്ക് കിട്ടുന്ന മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്. ഓക്കെ, MSS കർവ് ഈസ് അപ്വേർഡ് സ്ലോപ്പിംഗ് ബിക്കോസ് വിത്ത് എവറി ഇൻക്രീസ് ഇൻ ടാക്സേഷൻ വാട്ട് വിൽ ഹാപ്പൻ? ദ സൊസൈറ്റീസ് മാർജിനൽ സോഷ്യൽ sacrifice will go on increasing, whereas MSB curve slopes downward because എന്താണ്? as with increase in public expenditure what will happen to social benefit or public benefit? The public benefit will go on decreasing. That is why the MSB curve is downward sloping. ഓക്കെ, നമ്മൾ പറഞ്ഞാണ് ഐഡിയൽ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ OM ടാക്സേഷൻ ചുമത്തുമ്പോഴാണ്. OM ടാക്സേഷനും ചുമത്തിക്കൊണ്ട് ആ OM ടാക്സ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചറിന് വേണ്ടി ചെലവഴിക്കുമ്പോഴാണ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നതാണ് ഈ തിയറി പ്രകാരം പറയുന്നത്. അറ്റ് ദിസ് പോയിൻറ്റ് MSS ഈക്വൽ ടു MSB പോയിൻറ്റ് E. അതേസമയം OM1 നമുക്കറിയാം, OM1 എടുത്തു കഴിഞ്ഞാൽ MSS ഈസ് M1F1. അപ്പോൾ അത് MSS എന്ന് പറഞ്ഞാൽ M1F1 ആണ് അല്ലേ? MSS എന്ന് പറഞ്ഞാൽ M1F1 ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? എന്തിനേക്കാൾ കുറവാണ്? MSBയേക്കാൾ കുറവാണ് അല്ലേ? മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റിനേക്കാൾ കുറവാണ് എന്ന് പറയുന്നത്. പിന്നെ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റിനേക്കാൾ കുറവാണ് MSS എന്ന് പറയുന്നത്. സോ ദ ഡെപ്പിക്ട് എ ലോസ് ഓഫ് വെൽഫെയർ സൊസൈറ്റി E1F1 കണ്ട് സമൂഹത്തിന് വെൽഫെയർ കുറയാണ്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് എന്താണ്? at point M1 marginal social benefit is greater than marginal social sacrifice. മാർജിനൽ സോഷ്യൽ സാക്രിഫൈസിനേക്കാൾ കുറവാണ്. അതായത് സൊസൈറ്റിക്ക് E1F1 കണ്ട് എന്താണ്? സൊസൈറ്റിക്ക് വെൽഫെയർ കുറയുന്ന ഒരവസ്ഥയാണ്. അതായത് MSS എന്ന് വെച്ചാൽ OM1 എന്ന് പറയുന്ന പോയിന്റിൽ MSS മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് എന്ന് വെച്ചാൽ M1F1 ആണ്. M1F1 കണ്ട് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഉണ്ട്. ഇത്രയാണ് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് M1F1 ആണ്. അതെന്ന് പറഞ്ഞാൽ MSBയേക്കാൾ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റിനേക്കാൾ കുറവാണ് അല്ലേ? മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? M1E1 ആണ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ? മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് M1E1 ആണ്. അപ്പോൾ ഇവിടെ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് എത്രയാണ്? M1F1 ആണ്. അത് എന്തിനേക്കാൾ കുറവാണ്? M1E1നേക്കാൾ കുറവാണ്, മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റിനേക്കാൾ കുറവാണ്. അപ്പോൾ അതായത് സൊസൈറ്റിക്ക് E1F1 കണ്ടിട്ട് എന്താണ് വെൽഫെയർ ുള്ള ഒരു ലോസാണ്, അത്രയും വെൽഫെയറിലൊരു നഷ്ടം ഉണ്ടാവുകയാണ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ the government is collecting OM2 taxation to finance larger public expenditure. ഇപ്പോൾ ഗവൺമെൻറ് OM2 ടാക്സേഷൻ ചുമത്തുകയാണെന്നിരിക്കട്ടെ, ഒരു വലിയ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടി, കൂടുതൽ പണം ചെലവഴിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഈസ് കളക്ടിങ് OM2 ടാക്സേഷൻ. അപ്പോൾ ആ പോയിന്റിൽ നമുക്ക് നോക്കാം, MSS ഈസ് ഹയർ ദാൻ MSB. MSS കൂടുതലാണ്, മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് കൂടുതലാണ്, മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റിനേക്കാൾ കൂടുതലാണ്. അതായത് E2F2 കണ്ട് MSS കൂടുതലാണ്, മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് കൂടുതലാണ്, ഇതിനേക്കാൾ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റിനേക്കാൾ കൂടുതലാണ്. അപ്പം ആ സമയത്ത് എന്താണ്? സൊസൈറ്റിക്ക് കൂടുതൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഐഡിയൽ ലെവൽ ഓഫ് ടാക്സേഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, ഏറ്റവും നല്ല രീതിയിലുള്ള ടാക്സേഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ പോളിസി എന്ന് പറയുന്നത് ഏത് പോയിന്റിലായിരിക്കും? OM എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും
ആയിരിക്കും എന്നാണ് പറയുന്നത്. OMൽ അറ്റ് പോയിൻറ്റ് OM ദ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ആൻഡ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ആർ ഈക്വൽ ആൻഡ് ദിസ് ഈസ് ദ പോയിൻറ്റ് ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് അക്കോർഡിംഗ് ടു ഹഗ് ഡാൽട്ടൺ. So according to Dalton, public expenditure in every direction should be carried just. അപ്പം പബ്ലിക് എക്സ്പെൻഡിച്ചർ ഏത് രീതിയിൽ എങ്ങനെ ചെയ്യുന്ന ഏത് മേഖലയിലോട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ ചെയ്താലും ഷുഡ് ബി ക്യാരിഡ് ജസ്റ്റ്. എങ്ങനെ ചെയ്യണം? ജസ്റ്റ് ആയിട്ട്, അതായത് വളരെ നീതിപൂർവ്വമായിട്ട് ചെയ്യണം. സോ ഫോർ ദാറ്റ് ദ അഡ്വാൻറ്റേജ് ടു ദ കമ്മ്യൂണിറ്റി ഓഫ് എ ഫർദർ സ്മോൾ ഇൻക്രീസ് ഇൻ എനി ഡയറക്ഷൻ ഈസ് ജസ്റ്റ് കൗണ്ടർ ബാലൻസ്ഡ് ബൈ ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് എ കറസ്പോണ്ടിങ് ഇൻക്രീസ് ഇൻ ടാക്സേഷൻ ഓർ ഇൻ റെസിപ്റ്റ്സ് ഫ്രം എനി അതർ സോഴ്സ് ഓഫ് പബ്ലിക് ഇൻകം. അതായത് സൊസൈറ്റിയുടെ അഡ്വാൻറ്റേജിന് വേണ്ടി നമ്മൾ എന്താണ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ചെറിയ വർധനവ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന് കൗണ്ടർ ബാലൻസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണം? ഒരു ടാക്സേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജും കൂടെ ഉണ്ടാവണം. അതായത് എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നുള്ള ഒരു റെസിപ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നുള്ള ടാക്സേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവണം. ഒരു ഡയറക്ഷനിൽ അഡ്വാൻറ്റേജ് കൂടുമ്പോൾ മറ്റൊരു ഡയറക്ഷനിൽ ടാക്സേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവണം. അങ്ങനെ വന്നാലേ ദാറ്റ് ഗീവ്സ് ദ ഐഡിയൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം. അങ്ങനെയായിരിക്കും ഒരു ഐഡിയലായിട്ടുള്ള നല്ല രീതിയിലുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചറും ഇൻകവും വേണ്ടത്. നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് എക്സ്പെൻഡിച്ചറും ഇൻകവും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോഴായിരിക്കണം. അപ്പോൾ അക്കോർഡിംഗ് ടു ഡാൾട്ടൺ, whenever a public expenditure is undertaken, എന്താണ്, if any advantage is increased, if there is any small increase in advantage of the community, what should be there should be a counter balancing of disadvantage. അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം? ഒരു ടാക്സേഷനിൽ ഉണ്ടാകുന്ന വർധനവിലൂടെയുള്ള ഒരു കൗണ്ടർ ബാലൻസ്, അതായത് കൂടുതൽ കൗണ്ടർ ബാലൻസിങ് എന്തുണ്ടാവണം? ടാക്സേഷനിലൂടെയുള്ള ഒരു കൗണ്ടർ ബാലൻസിങ്ങിലൂടെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം. എന്നാലേ മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ എന്നാണ് ഹഗ് ഡാൽട്ടൻ്റെ അഭിപ്രായം. ഓക്കെ, കേൾക്കുക. കേട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.